വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ പിടിയിലായ മുഖ്യപ്രതി നജീബ് തമിഴ്നാട്ടിലും അവയവദാതാക്കളെ കണ്ടെത്തിയതായി വിവരം. അവയവദാനം നടത്താൻ ആരെയും വിദേശത്തെ കൊണ്ടുപോയിട്ടില്ലെന്ന് നജീബിന്റെ മൊഴിയിൽ പറയുന്നു. പക്ഷേ ഇതിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നജീബ് ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നാണ് പോലീസ് പറയുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഗസിയാബാദിൽ നിന്നാണ് ഈ കേസിലെ പ്രധാന പ്രതി നജീബിനെ അറസ്റ്റ് ചെയ്തത്. നജീബിനെ കുന്നത്തുനാട് പോലീസ് ഒരു 6 മണിക്കൂറോളം ചോദ്യം ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിനിടയിലാണ് ചില പ്രാഥമികമായ വിവരങ്ങൾ നടുക്കുന്ന ഈ അവയവ കച്ചവടത്തിന് വിവരങ്ങൾ പുറത്തുവരുന്നത്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് കേന്ദ്രീകരിച്ചും അവയവദാതാക്കളെ നജീബ് കണ്ടെത്തിയിരുന്നു എന്നാണ് നജീബിന്റെ പരിശോധനകളിൽ നിന്ന്, നജീബുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ നിന്ന് പോലീസിന് മനസ്സിലായത്. ഒപ്പം ഇയാൾ ചില വിദേശയാത്രകൾ നടത്തിയിരുന്നു. പക്ഷേ വിദേശത്തേക്ക് ആരെയും ഈ അവയവദാനത്തിനായി കൊണ്ടുപോയിട്ടില്ല എന്നാണ് നജീബിന്റെ മൊഴി. അത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കരളും വൃക്കയുമാണ് പ്രധാനമായും ഈ അവയവക്കടത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം ആളുകളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇയാൾ ശ്രമിച്ചിരുന്നത്. 6ഓളം ആളുകളുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വൃക്ക മാറ്റിവെക്കൽ അതിന്റെ ഇരട്ടിയാണെന്ന് പറയുന്നു. അതിന്റെ എണ്ണം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇയാൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ ഈ ഫോൺ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നശിപ്പിച്ചു. അതിനുശേഷം മറ്റൊരു സ്ത്രീയുടെ ഫോണിലാണ് ഇയാൾ സംസാരിച്ചിരുന്നത്. ഇയാളുടെ യഥാർത്ഥ ഫോൺ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ സ്ഥിരം കുറ്റവാളി എന്നാണ് പോലീസിന് ലഭ്യമായ വിവരം. കർണാടകയിൽ ഒരു കൊലപാതക കേസിലടക്കം പ്രതിയാകുകയും പിന്നീട് കുറ്റമുക്തനാവുകയും ചെയ്തിരുന്നു. ഒപ്പം മോഷണ കേസിലും പ്രതിയാണ് ഇയാൾ. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ആളാണ് നജീബ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഈ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി 250 രൂപ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വ്യാജ ആധാർ കാർഡിന് 250 രൂപ നിരക്കിലാണ് നജീബ് നൽകിയിരുന്നത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ പേരിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഈ കേരളത്തിലെ അവയവക്കടത്ത് കണ്ണികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നജീബ് എന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഈ കേസിൽ ഇതുവരെ 7 പേരാണ് അറസ്റ്റിലായത്. ഓക്കെ, നമുക്കൊപ്പം ചേർന്ന വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന്. എന്തായാലും ഈ നജീബിനെ ഗാസിയാബാദിൽ നിന്ന് വളരെ സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത്. ചില ആശുപത്രികളുടെ വിവരങ്ങളൊക്കെ തന്നെ ഇയാൾ ഡയറിയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായി അവയവക്കടത്തിൽ ഇയാൾ നടത്തിയ കാര്യങ്ങൾ. അതേസമയം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ അവയവക്കടത്തലിനെ കുറിച്ചൊക്കെ തന്നെ ഒരുപാട് കെട്ടുകഥകളും നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നു. കെട്ടുകഥകൾ പ്രചരിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ അവയവദാതാക്കളെ കിട്ടാതെ പോകും. അവയവദാനം ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കലാപരിപാടിയായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് രോഗികൾ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ഈ അവയവദാതാക്കളെ കാത്തുകിടക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ ജീവൻ പൊലിഞ്ഞു പോകും. ഒരുപാട് കാലം അവർക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. ഈ പല ആളുകളും മരണത്തിന് കീഴടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കടുത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഇത്തരം ചൂഷണങ്ങൾ അവയവദാനത്തിൻ്റെ പേരിൽ നടക്കുന്നുവെങ്കിൽ അത് പിടിക്കപ്പെടണം. അതേസമയം തന്നെ അവയവദാനം എന്ന് പറയുന്ന വലിയ ഒരു മനുഷ്യസ്നേഹപരമായ പരിപാടി നിർത്തിവെക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി 8:15 നമ്മളൊരു ചർച്ച ഈ കാര്യത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അവയവദാനം മഹാദാനം എന്ന പേരിലാണ്. എന്തുകൊണ്ട് അവയവദാനം, എന്തുകൊണ്ട് അവയവം സ്വീകരിക്കണം, എന്തുകൊണ്ട് ചൂഷണം തടയണം, ഇതെല്ലാം ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ ഒരുപാട് അവയവദാതാക്കളും അത് സ്വീകരിച്ചവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി 8:15 24 സംപ്രേഷണം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.